ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 18 ശ്ലോകം 10. മഹാവിഷ്ണുവിൽ നിന്നും ദൃഢമായ ഭക്തി മാത്രം വരമായി സ്വീകരിച്ച പൃഥു മഹാരാജാവ് ഗംഗാതീരത്ത് കുറേ കാലം സത്രം നടത്തി. അതിൽ വളരെയേറെ ഋഷിമാരും മഹർഷിമാരും ജനങ്ങളും ഒക്കെ പങ്കെടുത്തു. അവിടെ സനകാദികൾ കൂടി വന്നു ചേർന്നു. അവരും ഈ പൃഥു മഹാരാജാവിന് ബ്രഹ്മജ്ഞാനം നൽകി എന്ന് പറഞ്ഞു. അതിനുശേഷം മഹാരാജാവ് ഭാര്യയായ അർച്ചിസിനോടൊപ്പം തപസ്സിനായിട്ട് വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ ഏകാന്തമായി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് യോഗ അവസ്ഥയിൽ ഭഗവാനിൽ ലയിച്ചു, അല്ലെങ്കിൽ വെടിഞ്ഞു. ആ ജീവൻ പോയ ശരീരത്തെ അർച്ചിസ് മഹാലക്ഷ്മി തന്നെ അവിടെ ഒരു ചിത കൂട്ടി അതിലെടുത്തു വെച്ച് ദഹിപ്പിച്ചു. അതിൽ താനും ചാടി സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു. അതായത് രണ്ടുപേരും വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഈ പൃഥുചരിതം വെറും ഒരു രാജാവിൻ്റെ കഥയല്ല, വളരെയേറെ പ്രത്യേകതകളുള്ളതാണ്. എങ്ങനെ വേണം ഒരു നല്ല രാജാവ് ജനങ്ങളുടെ ക്ഷേമം എങ്ങനെ വർദ്ധിപ്പിക്കണം എന്ന് പറയല്ല ചെയ്ത് കാണിച്ചു കൊടുത്തു. അവരുടെ ദാരിദ്ര്യം അകറ്റി അവർക്ക് ഉപജീവനത്തിനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു. ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് ഒരു ചിട്ട വരുത്തി ഗ്രാമം, പുരം, പട്ടണം അങ്ങനെയുള്ള ഇതൊക്കെ വേണ്ടതുപോലെ നിർമ്മിച്ചു. യജ്ഞങ്ങൾ നടത്തി എല്ലാവർക്കും ജ്ഞാനം പകർന്നു കൊടുത്തു. അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ വേണമെന്നൊക്കെ കാണിച്ചു കൊടുത്തു. ഭക്തിയാണ് ഏറ്റവും പ്രധാനം എന്നത് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ രാജഋഷിയായിട്ടുള്ള പൃഥുവിൻ്റെ ചരിത്രം വളരെയേറെ മാഹാത്മ്യമുള്ളതാണ്. അത് പറയുന്നതും കേൾക്കുന്നതും പുണ്യപ്രദമാണ്. ശ്ലോകം നോക്കാം. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഘം പ്രശമയ വാതഗേഹവാസിൻ. അർത്ഥം: അല്ലയോ വാതഗേഹവാസിയെ, ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരിലും സ്ഥിതി ചെയ്യുന്ന ഈശ്വര, ഈശ, ലോകത്തിന് മുഴുവനും നാഥനായ ഭഗവാനെ, സനകമുഖോദിതം, അവിടെ എത്തിച്ചേർന്ന സനകാദികളിൽ നിന്നും അവരുടെ മുഖത്തു നിന്നും പുറപ്പെട്ട ആ ദിവ്യമായ വാക്കുകൾ, വിജ്ഞാനം ദധാന, അവർ പറഞ്ഞുകൊടുത്ത ആ വിജ്ഞാനത്തെ, ദധാന, മനസ്സിലാക്കി ഗ്രഹിച്ചു, വനാന്തസേവി, ആ ഗംഗയുടെ തീരത്ത് നിന്നും വനത്തിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം പോയി. ത്വം സ്വയം സ്വാത്മാനം അഗമ, അവിടുന്ന് സ്വയം, സ്വാത്മാനം എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മസ്വരൂപം എന്താണ് എന്ന കാര്യം, ഓരോ മനുഷ്യൻ്റെയും അവസാനത്തെ ലക്ഷ്യമായിട്ടുള്ള, അത് കഴിഞ്ഞാൽ ഭഗവാനോട് ചേരാം, അങ്ങനെയുള്ള ആ കാര്യത്തെ അഗമ, പൃഥു മഹാരാജാവ് പ്രാപിച്ചു, നേടി. തത്താദൃക് പൃഥുവപു, ഭഗവാനെ, അങ്ങനെയുള്ള പൃഥു മഹാരാജാവിൻ്റെ രൂപം ധരിച്ച അവിടുന്ന്, മേ രോഗൗഘം, എൻ്റെ ആ രോഗസമൂഹത്തെ, ക്ലേശങ്ങളെ, സത്വരം പ്രശമയ, ഇനിയും വയ്യ സഹിക്കാൻ, വേഗം തന്നെ പ്രശമയ, കുറച്ചു തരണേ, ഇല്ലാതാക്കണേ. ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ 11 അധ്യായങ്ങളിലെ അനേകം ശ്ലോകങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഈ പൃഥുചരിതം. അതിനെ ജ്ഞാനിയും ഭക്തനുമായിട്ടുള്ള മേൽപ്പത്തൂര് 10 ശ്ലോകങ്ങളിലേക്കാക്കി ചുരുക്കിയിട്ടുള്ളതാണ് നമ്മൾ കേട്ടത്. ജനങ്ങൾ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃസ്ഥാനിയായിട്ടുള്ള രാജാവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സിദ്ധന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാർ 4 പേരും വന്നു. അവരങ്ങനെ എളുപ്പത്തിൽ വരുന്നവരൊന്നുമല്ല. എന്നാലും
ഈ പൃഥുവിനോട്, ഭഗവാന്റെ അവതാരം തന്നെയായിട്ടുള്ള പൃഥുവിന് മുന്നിൽ അവർ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. എല്ലാവർക്കും അത്ഭുതമായി ഈ അത്യപൂർവമായിട്ടുള്ള ഇവരെ കണ്ടപ്പോൾ. അങ്ങനെ അവരെ അവിടെ ഇരുത്തിയിട്ട് മഹാരാജാവ് ചോദിച്ചു. ദേവന്മാർക്ക് പോലും മഹാരാജാവ് പറഞ്ഞു, അങ്ങനെ നിങ്ങളിവിടെ വന്നുല്ലോ, ഞാൻ കൃതാർത്ഥനായി. ഭഗവാനും ഭാഗവതന്മാരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എനിക്ക് എങ്ങനെയാണ് ഈ മഹാഭാഗ്യം ലഭിച്ചത്? എന്തായാലും ഞാൻ ലോകത്തിൻ്റെ തന്നെ ബന്ധുക്കളായിട്ടുള്ള നിങ്ങളോട് വിനയപൂർവ്വം ചോദിക്കുന്നത് എന്താണെന്നാൽ, ഈ ലോകത്തിൽ എങ്ങനെയായാലാണ് ശാന്തി നൽകുക, ക്ഷേമം കിട്ടുക, എൻ്റെ പ്രജകൾക്ക് കൂടി ഉപകാരമാവട്ടെ, അതെനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. സനകാദികൾ പരമസന്തുഷ്ടന്മാരായിട്ട് പറഞ്ഞു കൊടുത്തു. ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുക, അത് ഉൾക്കൊള്ളുക, അതാണ് ജനങ്ങളെ ശുദ്ധീകരിക്കുന്ന കാര്യം. ഭഗവാനോട് പൃഥു ചോദിച്ചതും അത് തന്നെയല്ലേ. 10,000 ചെവികളിൽ കൂടി കേൾക്കുന്നത്ര ഭഗവത് പ്രസാദം എൻ്റെ ചെവികളിൽ കൂടി, ശ്രവണത്തിൽ കൂടി എനിക്ക് സിദ്ധിക്കട്ടെ, അത്ര പ്രധാനമാണ് ആ ശ്രവണം എന്ന കാര്യം. 10,000 ചെവിയുടെ ശക്തി എനിക്ക് തന്നാലും എന്നാണ് സനക മഹർഷിമാർ പറഞ്ഞു കൊടുത്ത കാര്യത്തിൻ്റെ ചുരുക്കം. എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെയും ഭഗവത് ഭക്തന്മാരുടെയും മധുരമായ കഥാമൃതം പാനം ചെയ്യുക. അങ്ങനെ ഭക്തി വർദ്ധിക്കും. അതാണ് ഈ ഭാഗവതത്തിൽ മുഴുവനും ഉള്ളത്. അതിൻ്റെ ചുരുക്കമായിട്ടുള്ള നാരായണീയത്തിലും അത് തന്നെയാണ്. അങ്ങനെ ഭക്തി വർദ്ധിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള ആസക്തികളൊക്കെ കുറയും. അങ്ങനെ ഭഗവാൻ തന്നെ നമുക്ക് ഗുരുവായി വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഭഗവാനാണ് സർവാത്മകനായിട്ട് അന്തര്യാമിയായിട്ട് പ്രകാശിക്കുന്നത് എന്ന ആ പറച്ചിലല്ല, അത് നമുക്ക് മനസ്സിലാവും, സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ വെറുതെ നമ്മൾ പൂജിക്കുകയോ പ്രദക്ഷിണം വയ്ക്കുകയോ ഒന്നും ചെയ്താൽ അത്രയ്ക്കും എത്തില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെയാണ് പറയണത്, അതൊക്കെ വേണം, അതിലേക്കുള്ള പടികൾ തന്നെയാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം വരാനായിട്ട് സ്വന്തം ആത്മാവിനെ സാക്ഷാത്കരിക്കണം. അത് പറഞ്ഞത് കേട്ടപ്പോൾ മഹാരാജാവിന് വളരെയധികം സന്തോഷമായി. എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് അവരെ നമസ്കരിച്ചു. ഭഗവാനെ ഞാനെല്ലാം എന്നെ തന്നെ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോടുള്ള കടം തീർക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞു. അവരെയൊക്കെ അനുഗ്രഹിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് സനകാദികൾ മറഞ്ഞും പോയി. അങ്ങനെ പൃഥു മഹാരാജാവ് അനാസക്തനായി. അദ്ദേഹത്തിന് 5 മക്കളുണ്ടായി. അവരെയൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അവസാനം പരമവിരക്തനായിട്ട് പത്നിയോട് കൂടിയിട്ട് ഭഗവത് ധ്യാനത്തിന് വനത്തിലേക്ക്, ഉൾക്കാട്ടിലേക്ക് പോയി. അവിടെ സാധനകളൊക്കെ അനുഷ്ഠിച്ചു. ഒടുവിൽ സമാധിയെ പ്രാപിക്കുകയും ചെയ്തു. പൃഥുവിൻ്റെ പത്നിയായിട്ടുള്ള അർച്ചിസ്സും ആ ചിതയിൽ പ്രവേശിച്ചു, പരമഗതി നേടി. അപ്പോൾ പുഷ്പവൃഷ്ടിയും ദേവദുന്ദുഭികളും ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് പൃഥുവിൻ്റെ ചരിതം അവസാനിക്കുന്നത്. അവസാനം ഇത് ശ്രദ്ധാപൂർവം കേൾക്കുക, പറയുക, അങ്ങനെ ചെയ്യുന്നവർക്ക് വളരെയേറെ പുണ്യം ലഭിക്കും എന്നും പറയുന്നുണ്ട്. അങ്ങനെ വേനൻ്റെ കൈകൾ കടഞ്ഞപ്പോൾ ഉണ്ടായ പൃഥു മഹാരാജാവും പത്നിയും സകല കാര്യങ്ങൾ അത്ഭുതകരമായ വിധത്തിൽ ജീവിതം ചിലവഴിച്ചുകൊണ്ട് വനത്തിൽ പോയി യോഗവിദ്യയിൽ ശരീരം ഉപേക്ഷിച്ചു. അങ്ങനെ സ്വധാമത്തിലേക്ക് തന്നെ 2 പേരും തിരിച്ചുപോയി. പൃഥുവായി ജനിച്ചു. ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ലീലകളൊക്കെ ആടി എന്തെന്തൊക്കെ ചെയ്തു ഭഗവാനെ. അവിടുന്ന് ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അങ്ങേക്ക് എൻ്റെ രോഗം മാറ്റാൻ അത്ര വിഷമമൊന്നുമില്ലല്ലോ എന്നതുപോലെയാണ് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നത്. എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് 100 ദിവസത്തെ ഭജനയ്ക്കായി ഗുരു